ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ്. നമ്മുടെ പ്രണവ് മോഹൻലാൽ നായകനായ രാഹുൽ ശിവദാസ് ഡയറക്ഷൻ ചെയ്ത ഒരു പടമാണ്. ഈ ട്രെയിലർ റിയാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം വൺ ആൻഡ് ഓൺലി നമ്മുടെ രാഹുൽ ശിവദാസ് ഈ സിനിമയിലെ ഡയറക്ടറാണ്. ബിക്കോസ് അദ്ദേഹത്തിന്റെ പാസ്റ്റ് മൂവീസ്, ഫസ്റ്റ് പടം നമ്മുടെ റെഡ് റെയിൻ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയ ഭയങ്കര എക്സ്പെരിമെന്റൽ മൂവി ആയ ഒരു പടമായിരുന്നു. വളരെ ഫ്ലോപ്പ് ആയിരുന്നു. കുറച്ച് പേർക്ക് അറിയുള്ളൂ ഇങ്ങനത്തെ ഒരു പടം ഉണ്ടെന്ന് പോലും. സോ അത് കാണാത്തവർ പോയി കാണണം. പക്ഷെ ഇപ്പോൾ അതിന്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ വെച്ചോ ആൾക്കാർക്ക് അത് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പക്ഷെ അക്കാലത്ത് അങ്ങനത്തെ ഒരു പടം ഒക്കെ ആലോചിച്ചാൽ മതി. പിന്നെ നമ്മുടെ രണ്ടാമത്തെ പടം ഭൂതകാലം, ഇപ്പോഴും വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹൊറർ മൂവി ഇൻ മലയാളം. ഇപ്പോഴും നല്ല കിട്ടില്ല. നമ്മളിപ്പോ ഒരു മുറിയിലിരിക്കുമ്പം ഒരു പ്രേതത്തിന്റെ ഒരു എഫക്റ്റ് കിട്ടാൻ ഇംഗ്ലീഷ് പടത്തിലൊക്കെ പോലെ സൗണ്ട് എഫക്റ്റും ഗ്രാഫിക്സ് ഒന്നും വേണ്ട. ആ സിനിമ നമുക്ക് കാണിച്ചുന്നത് നമ്മളൊന്ന് ഒരു സ്ഥലത്തോട്ട് കുറച്ചു നേരം നോക്കിയിരുന്നാൽ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ കിട്ടുന്ന രീതിയിൽ ആ പടം എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പടം പോയി കാണണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ആ പടത്തിൽ അഭിനയിച്ച എല്ലാവരും, രേവതി ചേച്ചി ആയാലും ഷൈനികമായാലും കിട്ടില്ലെന്നായിരുന്നു. പിന്നെ ബ്രഹ്മയുഗം പറയേണ്ട ആവശ്യമില്ലല്ലോ, വൺ ഓഫ് ദ ക്ലാസിക്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് കണ്ടിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് ഒട്ടും ലാഗ് അടിപ്പിക്കാതെ കിട്ടില്ലെന്നായിട്ട്. അല്ല, കാസ്റ്റിംഗ് ക്രൂ ആകെ 4 പേരേ ഉള്ളൂ, മമ്മൂട്ടിയും പിന്നെ കുറച്ച് പേരും. സോ ഡയറക്ടറെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സോ നമുക്ക് ഇനി അധികം ലാഗ് അടിപ്പിക്കാണ്ട് ട്രെയിലറിലേക്ക് പോവാം. ഓക്കെ, ആ കുട്ടിയുടെ കാര്യത്തിൽ തോന്നിപ്പോയി പറയായിരുന്നല്ലേ, ചിലപ്പോൾ അത് രക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നതൊക്കെ നാട്ടുകാരോട് പറഞ്ഞു നടക്കാൻ പറ്റും. അവരെന്ത് അത് പോയിന്റാ. നമ്മളിപ്പോ പ്രയത്നം കണ്ടാല് നാട്ടുകാരോട് പറഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ആരും വിശ്വസിക്കും, നമുക്ക് വട്ടാന്നല്ലേ പറയും. എനിക്ക് തോന്നുന്നതൊക്കെ നാട്ടുകാരോട് പറഞ്ഞു നടക്കാൻ പറ്റും. അവരെന്ത് എന്നിട്ടാ തോന്നലിപ്പോ ശരിയായില്ലേ? ശരിക്കും അനവാദി കണ്ടത് എന്റെ മോനെ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റോ? അത് ശരി. ഞാൻ ആദ്യ ദിവസം തുണിയാണ് വെള്ളത്തിൽ കിടക്കുന്നത് വിചാരിച്ചു. ആ കുടുംബത്തിന് എന്ത് ശാപമാണ് സാറേ. ആദ്യം ഉണ്ടായിരുന്ന ആന്തരികം അതിന്റെ അവസ്ഥ ആയിട്ട്. എനിക്ക് ഈ ഒരു സീൻ കണ്ടപ്പോ മറ്റേ ഭൂതകാലത്തില് ആ ഡോറ് തുറന്നിട്ട് ആ ചെയർ ഇങ്ങനെ നീങ്ങിയൊരു സീൻ, എനിക്ക് അങ്ങനത്തെ ഒരു സീനാണ് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗും ഹൊറർ ഫീൽ ആയിട്ട് തോന്നുന്നത്. അല്ലാണ്ട് ചുമ്മാ ജംപ് സ്കെയർസിനെക്കാട്ടും എനിക്ക് കുറച്ച് റിയാലിറ്റി ആയിട്ട് നമുക്ക് ഈ സിനിമ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പുറത്തോട്ട് നോക്കാനോ ആ ഡോറിലേക്ക് നോക്കാനോ പേടി വരുന്നത്. ആ പുള്ളിക്ക് അറിയാം അങ്ങനെ ഒരു ഹൊറർ പടം എടുക്കണത്. വിശ്വസിക്കും. ഹാലോവിൻ ആണ് പടം റിലീസ്. ഹാലോവിൻ നമ്മുടെ നാട്ടിലൊന്നും ഹാലോവിൻ അങ്ങനെ ആഘോഷിക്കാറില്ല. നല്ല ഡീസന്റ് ട്രെയിലർ, കുഴപ്പമില്ല, നല്ല ഡീസന്റ് ട്രെയിലർ. ഇതിൽ പറയുന്ന തീം നമ്മൾ ശരിക്കും ഒരു പ്രയത്നം കണ്ടാലോ അല്ലെങ്കിൽ നമുക്കൊരു പാരനോർമൽ ആക്ടിവിറ്റീസ് നമുക്ക് അനുഭവപ്പെട്ടാലോ നമുക്ക് ആരും പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കും. അതാണ് ഈ പടത്തിൽ ഇവരിപ്പോ പറഞ്ഞോണ്ടിരുന്നത്. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയത്, ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ്. സോ നമുക്ക് ഈ പടം ഹാലോവിൻ എന്ന് പറയുമ്പോൾ ഡിസംബർ ആ ടൈം ആയിരിക്കും നമുക്ക്, അല്ലെങ്കിൽ നവംബർ ഡിസംബർ ആ ഒരു ടൈം ആയിരിക്കും. സോ നമുക്ക് എന്തായാലും ഈ പടം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്തായാലും ഞാൻ ഈ പടം കാണും, എന്റെ റിവ്യൂ ഉണ്ടാവും. എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് വെച്ചാൽ അലോൺ പോലെ ആവർന്ന നമ്മളെ മോഹൻലാലിന്റെ ഒരു അലോൺ പടല്ലേ, അതുപോലെ ആവില്ലേ ഈശ്വര. അത് ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിലോ മാറ്റങ്ങൾ വരുത്തണോ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.